കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് തൃശൂർ DCC പ്രസിഡന്റ്. നിക്ഷേപകർക്ക് എല്ലാവർക്കും പണം തിരിച്ചു നൽകണം, ഇക്കാര്യത്തിൽ ധവളപത്രം ഇറക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് അവിടുത്തെ സഹകാരികളെയും നിക്ഷേപകരെയും വെല്ലുവിളിക്കുന്ന ഒന്നിനാണ്. നിക്ഷേപകർക്ക് നിക്ഷേപം തിരിച്ചു കൊടുക്കുക എന്നുള്ളതിന് ഒരു കൃത്യമായ മറുപടി പറയാതെ നിക്ഷേപകരെ ആശങ്കയിലാക്കി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി CPMന്റെ ഭരണസമിതിയെ വിജയിപ്പിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ വീണ്ടും CPM വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകാനാണ് ഈ സർക്കാരിൻ്റെ നീക്കം. അതുകൊണ്ട് ഇത് പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ കരുവന്നൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, എന്താണ് ജോസഫ് ടാജറ്റിന്റെ ആവശ്യം? ഫെബ്രുവരി 22-നാണ് കരുവന്നൂർ ബാങ്കിൽ പുതിയ ഭരണസമിതിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-ലധികം സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുക. നമുക്കറിയാവുന്ന പോലെ നേരത്തെ തന്നെ കോടികളുടെ തട്ടിപ്പ് നടന്ന ബാങ്കിൽ ഇപ്പോഴും നിക്ഷേപകർ പലരും പണം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. എല്ലാ നിക്ഷേപകർക്കും പണം നൽകണമെന്നും ബാങ്കിലെ നിലവിലെ സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇറക്കണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ കാര്യമില്ല. പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തതിന് ശേഷം സർക്കാർ അവർക്ക് ഉത്തരവാദിത്വം നൽകി കൈയൊഴിയാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. കഴിഞ്ഞ കാലത്തെ സർക്കാരിന്റെ ചെയ്തികളെല്ലാം തന്നെ ഇതോടുകൂടി മറയ്ക്കപ്പെടുമെന്നും ജോസഫ് ടാജറ്റ് ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും മത്സരിക്കില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണെന്നുമാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറയുന്നത്. എന്തായാലും 22-ാം തീയതിയാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയിലെ വിവിധ പോസ്റ്റുകൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശരി നടരാജ്.